എല്ലാവർക്കും നമസ്കാരം. JP ടോക്സിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, ഇന്ത്യ ഇന്ന് എങ്ങോട്ടാണ് പോകുന്നത്? ജനാധിപത്യം എന്ന് നമ്മൾ വിളിക്കുന്ന ഈ രാജ്യത്ത് ഇപ്പോൾ നടക്കുന്നത് എന്താണ്? ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന 2 വീഡിയോകൾ കണ്ടാൽ നിങ്ങൾ ഞെട്ടും. വെറുമൊരു സാധാരണക്കാരല്ല, ഹൈന്ദവ ധർമ്മത്തിന്റെ ഏറ്റവും ഉയർന്ന പീഠത്തിലിരിക്കുന്ന സാക്ഷാൽ ശങ്കരാചാര്യരും രാജ്യത്തെ ഒരു പ്രമുഖ ഹിന്ദു സ്വാമിയും ചേർന്ന് നരേന്ദ്രമോദിയുടെയും സംഘപരിവാറിന്റെയും തനിനിറം ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടുകയാണ്. ആരാണ് യഥാർത്ഥ ഹിന്ദു? മോദി ഭരണം ഇന്ത്യയെ എവിടെ എത്തിച്ചു? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇവർ നൽകുന്നത്. ഇത് എന്താണെന്ന് നമുക്ക് വ്യക്തമായി കാണുകയും അവലോകനം ചെയ്യുകയും ചെയ്യാം. ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഹിന്ദുത്വത്തിന്റെ പേര് പറഞ്ഞ് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്ന BJPയുടെയും RSSന്റെയും മുഖംമൂടിയാണ് ഇവിടെ അഴിഞ്ഞു വീഴുന്നത്. യഥാർത്ഥ ഹൈന്ദവ മൂല്യങ്ങളെക്കുറിച്ച് ഇവർക്ക് വല്ല ധാരണയുമുണ്ടോ? രാജ്യം കത്തുമ്പോഴും പേപ്പർ ലീക്ക് കാരണം ലക്ഷക്കണക്കിന് യുവാക്കളുടെ ഭാവി തകരുമ്പോഴും മൗനം പാലിക്കുന്ന ഈ മോദിക്കൂട്ടങ്ങളെക്കാൾ എത്രയോ ഭേദമാണ് ജനങ്ങളുടെ ശബ്ദമായി മാറിയ രാഹുൽ ഗാന്ധി. ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവരാണ് യഥാർത്ഥ നേതാക്കൾ എന്ന് തെളിയിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് പോകുന്നത്. എന്നാൽ മറുഭാഗത്ത് നടക്കുന്നത് എന്താണെന്ന് വ്യക്തമാക്കുകയാണ് ജ്യോതിർമഠത്തിലെ ശങ്കരാചാര്യർ स्वामी अभिमुक्तेश्वरानंद सरस्वती। नकली हिंदू और असली हिंदू में क्या फर्क है? अभी आप कहते हैं नकली हिंदू और असली हिंदू में फर्क यह है कि जो असली हिंदू है वो वेद पुराण शास्त्र में बताए गए नियमों के अनुसार चलता है। अगर वेद पुराण में कोई शंका होती है तो अपने गुरुओं से पूछ करके तब आगे बढ़ता है। और नकली हिंदू ना तो वेद मानता, ना तो पुराण मानता, ना तो गुरु मानता। ഇവിടെ അദ്ദേഹത്തോട് ചോദിക്കുന്നത് കള്ള ഹിന്ദുവും യഥാർത്ഥ ഹിന്ദുവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നാണ്. അതിന് ശങ്കരാചാര്യർ വ്യക്തമാക്കുന്നത് യഥാർത്ഥ ഹിന്ദുവും കള്ള ഹിന്ദുവും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. യഥാർത്ഥ ഹിന്ദു വേദങ്ങളും പുരാണങ്ങളും ശാസ്ത്രങ്ങളും പറയുന്ന നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവരാണ്. വേദങ്ങളിലോ പുരാണങ്ങളിലോ എന്തെങ്കിലും സംശയമുണ്ടായാൽ അവൻ തൻ്റെ ഗുരുക്കന്മാരോട് ചോദിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നു. എന്നാൽ കള്ള ഹിന്ദു വേദങ്ങളെയോ പുരാണങ്ങളെയോ ഗുരുക്കന്മാരെയോ ഒന്നും തന്നെ മാനിക്കുകയോ വിശ്വസിക്കുകയോ ഇല്ല. नकली हिंदू कौन है? नकली हिंदू यही जो RSS वाले हैं, ये नकली हिंदू हैं। और इनके द्वारा प्रोजेक्टेड जो भाजपा है उसमें जो बैठे लोग हैं वो नकली हिंदू हैं। आप बताइए, अगर ये असली हिंदू होते तो इनसे मांग करनी पड़ती कि गौहत्या बंदी कानून बनाओ? बोलो, असली हिंदू अगर गद्दी पे बैठ जाएगा तो देर लगाएगा? पहले दिन बिना मांगे कर देगा कि भाई ये तो करूंगा ही, चाहे तुम विरोध ही करो। लेकिन ये तो 10-10 साल 12-12 साल से बैठे हुए हैं और उसके बाद भी इनसे मांगना पड़ रहा है। मांगने के बाद केवल गाय को माता कह के पुकार दो, इतना भी मानने को तैयार नहीं है। नकली हिंदू नहीं है तो क्या है बताओ? और कौन से अब तुमको प्रमाण पत्र चाहिए नकली हिंदू का? हमने तो कहा था 40 दिन में प्रमाण पत्र दो, नहीं तो तुम नकली हिंदू हो। दिया? बोलो, रजिस्टर्ड नकली हिंदू हैं लोग, प्रमाणित हो चुका है, प्रमाणित हिंदू नकली हिंदू है। അപ്പോൾ ലേഖകൻ ചോദിക്കുകയാണ്, അങ്ങനെയെങ്കിൽ ആരാണ് ഈ കള്ള ഹിന്ദുക്കൾ? ശങ്കരാചാര്യർ പറഞ്ഞത് ഈ RSSകാരാണ് കള്ള ഹിന്ദുക്കൾ. അവർ പൊക്കിക്കൊണ്ട് നടക്കുന്ന BJPയിലുള്ള ആളുകളാണ് കള്ള ഹിന്ദുക്കൾ. നിങ്ങൾ പറയൂ, യഥാർത്ഥ ഹിന്ദുക്കളാണെങ്കിൽ ഗോവധം നിരോധിക്കാനുള്ള നിയമം കൊണ്ടുവരാൻ നമ്മൾ അവരോട് ആവശ്യപ്പെടേണ്ടി വരുമായിരുന്നോ? ഒരു യഥാർത്ഥ ഹിന്ദു അധികാരത്തിലിരുന്നാൽ അവൻ ഗോവധം നിരോധിക്കാൻ ഇത്രയും സമയം എടുക്കുമോ? അധികാരത്തിലെത്തുന്ന ആദ്യ ദിവസം തന്നെ ആരും ആവശ്യപ്പെടാതെ അവൻ അത് നടപ്പിലാക്കും, നിങ്ങൾ അതിനെ എതിർത്താൽ പോലും. എന്നാൽ ഇവർ 10-12 വർഷമായി അധികാരത്തിൽ ഇരിക്കുകയാണ്. എന്നിട്ടും നമ്മൾ ഇത് അവരോട് ആവശ്യപ്പെടേണ്ടി വരുന്നു. ആവശ്യപ്പെട്ടിട്ട് പോലും പശുവിനെ മാതാവ് എന്ന് വിളിക്കാൻ പോലും അവർ തയ്യാറാകുന്നില്ല. ഇവർ കള്ള ഹിന്ദുക്കൾ അല്ലെങ്കിൽ പിന്നെ ആരാണ്? ഇവർ കള്ള ഹിന്ദുക്കൾ ആണെന്നുള്ളതിന് ഇതിനും വലിയ എന്ത് സർട്ടിഫിക്കറ്റാണ് നിങ്ങൾക്ക് വേണ്ടത്? ഞങ്ങൾ പറഞ്ഞിരുന്നു 40 ദിവസത്തിനകം ഇതിന് തെളിവ് തന്നില്ലെങ്കിൽ നിങ്ങൾ വ്യാജന്മാരാണെന്ന്. അവർ തന്നോ? ഇല്ല. ഇവർ സർട്ടിഫൈഡ് ആയ കള്ള ഹിന്ദുക്കളാണ്. അത് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. കണ്ടില്ലേ സുഹൃത്തുക്കളെ, RSSും BJPയും വെറും കപട ഹിന്ദുക്കളാണെന്നാണ് രാജ്യത്തെ ഏറ്റവും വലിയ ഹൈന്ദവ ആചാര്യൻ പരസ്യമായി പറയുന്നത്. വോട്ടിനു വേണ്ടി മാത്രം പശുവിനെയും മതത്തെയും ഉപയോഗിക്കുന്ന മോദിക്ക് ഇതിലും വലിയൊരു തിരിച്ചടി കിട്ടാനില്ല. പശുവിനെ അമ്മയെന്ന് വിളിക്കാൻ പോലും മടിക്കുന്ന ഇക്കൂട്ടരാണോ ഹിന്ദുക്കളുടെ കാവൽക്കാർ എന്നാണ്
ശങ്കരാചാര്യർ ചോദിക്കുന്നത്. ഇവിടെയാണ് രാഹുൽ ഗാന്ധിയെ പോലെയുള്ള നേതാക്കളുടെ പ്രസക്തി. അവർ മതത്തിന്റെ പേരിൽ മനുഷ്യരെ ഭിന്നിപ്പിക്കുന്നില്ല, മറിച്ച് എല്ലാവരെയും ഒന്നിച്ചു ചേർത്ത് പിടിക്കുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ വീഡിയോയിലേക്ക് പോകാം. കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിയ പേപ്പർ ലീക്കിനെതിരെയുള്ള പ്രതിഷേധത്തിൽ പങ്കെടുത്തുകൊണ്ട് ഒരു പ്രമുഖ ഹിന്ദുസ്വാമി പറയുന്ന കാര്യങ്ങളാണിത്. ഈ രാജ്യം എത്രത്തോളം അപകടകരമായ അവസ്ഥയിലാണെന്ന് അദ്ദേഹം തുറന്നു പറയുകയാണ്. हथियार डालने के लिए मैं कहने नहीं आ रहा हूँ, ये कह रहा हूँ कि आप बहुत लेट हो गए हैं। ये काम आज के 10 साल पहले करना चाहिए। अब देर कुछ नहीं हो सकता है, देर आने से कुछ नहीं होता है। अब सब कुछ लुट गया है, सब कुछ हाथों से चला गया है। अब वो जो करना चाहेंगे करेंगे, आप कुछ नहीं कर सकते। റിപ്പോർട്ടർ ചോദിച്ചത്, അപ്പോൾ അങ്ങ് ഇന്ന് ഇവിടെ കുട്ടികളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വന്നതാണോ, അതോ കുട്ടികളോട് സമരം നിർത്താൻ പറയുകയാണോ? സ്വാമിയുടെ മറുപടി, ഞാൻ കുട്ടികളോട് സമരം നിർത്താൻ പറയാൻ വന്നതല്ല. ഞാൻ പറയുന്നത് നിങ്ങൾ ഒരുപാട് വൈകിപ്പോയി എന്നാണ്. ഈ കാര്യം ചെയ്യേണ്ടിയിരുന്നത് 10 വർഷം മുൻപായിരുന്നു. ഇപ്പോൾ വളരെ വൈകിപ്പോയി. വൈകിയെങ്കിലും ഇപ്പോൾ തിരിച്ചറിവ് വന്നല്ലോ സ്വാമി എന്ന് റിപ്പോർട്ടർ. സ്വാമി, ഇനി വൈകിട്ട് ഒന്നും വരാനില്ല. സമയം വൈകിയതുകൊണ്ട് ഇനി പ്രയോജനമില്ല. കാരണം ഇപ്പോൾ എല്ലാം കൊള്ളയടിക്കപ്പെട്ട് കഴിഞ്ഞു. എല്ലാം നമ്മുടെ കൈകളിൽ നിന്ന് പോയി കഴിഞ്ഞു. ഇനി അവർക്ക് എന്താണോ ചെയ്യേണ്ടത് അത് അവർ ചെയ്യും. നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. बिल्कुल वापस चले जाइए, कुछ होने वाला नहीं है ना। आपके सामने देख लेना क्या होने वाला है। सबको अपने हिस्से की लड़ाई तो लड़ने दीजिए। हिस्सा सबका चला गया, किसी का कोई हिस्सा नहीं बचा है। इतनी निराशा, यहाँ इतनी निराशा क्यों हो गई? 80% आबादी हैंड टू माउथ हो गई है। सबका बड़े बड़े लोगों ने लूट लिया है। सब न्यायालय बिक गए हैं, नेता बिक गए हैं, बड़े बड़े मीडिया बिक गए, कुछ बचा नहीं है। ये सब बेकार की बातें हैं कि लोकतंत्र बचा है। मोदी जी को आप राजा मान लीजिए, तो इसी में आपकी भलाई है। അപ്പോൾ റിപ്പോർട്ടർ വീണ്ടും ചോദിക്കുകയാണ്, അങ്ങ് കുട്ടികളോട് തിരിച്ച് വീട്ടിൽ പോകാൻ പറയുകയാണോ? തീർച്ചയായും നിങ്ങൾ തിരിച്ച് വീട്ടിൽ പോയിക്കോളൂ. ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ കൺമുന്നിൽ എന്താണ് നടക്കുന്നതെന്ന് നിങ്ങൾ തന്നെ കാണുന്നില്ലേ? റിപ്പോർട്ടർ, എങ്കിലും എല്ലാവരും അവരവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരേണ്ടേ? സ്വാമി, അവകാശങ്ങളെല്ലാം എല്ലാവർക്കും നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ആർക്കും ഇനി ഒരു അവകാശവും ബാക്കിയില്ല. ഇവിടെ 80% വരുന്ന ഹൈന്ദവ ജനസംഖ്യ പട്ടിണിയിലാണ്. ബാക്കിയുള്ള വൻകിട മുതലാളിമാരും ഭരണാധികാരികളും എല്ലാം കൊള്ളയടിച്ചു കഴിഞ്ഞു. ഇവിടുത്തെ കോടതികൾ വിലക്കെടുത്തു. നേതാക്കൾ വിറ്റുപോയി. വലിയ വലിയ മാധ്യമങ്ങൾ വിറ്റുപോയി. ഇവിടെ ഒന്നും ബാക്കിയില്ല. ജനാധിപത്യം ബാക്കിയുണ്ടെന്ന് പറയുന്നത് വെറും കള്ളക്കഥയാണ്. മോദിജിയെ നിങ്ങളുടെ രാജാവായി അംഗീകരിക്കുക. അതാണ് നിങ്ങൾക്ക് നല്ലത്. ഇവിടെ ഒന്നും നടക്കില്ല. मैं निराश नहीं हूँ। मैं देश को आगे भविष्य देख रहा हूँ। मैं युद्ध क्षेत्र में लड़ने वाला एक सन्यासी हूँ। मैं निराश नहीं हूँ। मैं कह रहा हूँ बारी बारी से मारे जाओगे, क्योंकि वो लोग जो तानाशाह लोग हैं, जिनके हाथ में ये भारत चला गया है, वो यहाँ झुकने वाले नहीं है और रुकने वाले नहीं है। റിപ്പോർട്ടർ, അങ്ങ് എന്തുകൊണ്ടാണ് ഇത്രയും നിരാശനായി സംസാരിക്കുന്നത്? സ്വാമി, ഞാൻ നിരാശനായതല്ല. ഞാൻ ഈ രാജ്യത്തിന്റെ ഭാവി കാണുകയാണ്. ഞാൻ യുദ്ധകളത്തിൽ പോരാടുന്ന ഒരു സന്യാസിയാണ്, നിരാശനായവനല്ല. ഞാൻ പറയുന്നത് നിങ്ങൾ ഓരോരുത്തരായി തകർക്കപ്പെടും. കാരണം ഏകാധിപതികളായ ആ ആളുകളുടെ കയ്യിലാണ് ഇന്ന് ഈ രാജ്യം. അവർ ഇവിടെ ഒന്നിനും വഴങ്ങാൻ പോകുന്നില്ല, ഒരിടത്തും നിൽക്കാനും പോകുന്നില്ല. കേട്ടല്ലോ അല്ലേ? രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയും മാധ്യമങ്ങളും നേതാക്കളുമെല്ലാം മോദി ഭരണത്തിൽ വിറ്റുപോയി എന്നാണ് ഒരു ഹൈന്ദവ സന്യാസി വിളിച്ചു പറയുന്നത്. ജനാധിപത്യം മരിച്ചു കഴിഞ്ഞു. മോദിയെ രാജാവായി കാണേണ്ടി വരുന്ന അവസ്ഥയിലാണ് ജനങ്ങൾ. ഈ ദുരവസ്ഥയിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാൻ ഇനിയൊരു വലിയ മാറ്റം അനിവാര്യമാണ്. യുവാക്കളുടെ ഭാവി തകർക്കുന്ന മോദി ഭരണത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരേണ്ടതുണ്ട്. നിങ്ങൾക്ക് എന്തു തോന്നുന്നു സുഹൃത്തുക്കളെ? ശങ്കരാചാര്യരും ഈ സ്വാമിയും പറഞ്ഞ കാര്യങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കല്ലേ. താങ്ക് യു.